എല്ലാവർക്കും നമസ്കാരം. ഈരാറ്റുപേട്ട നഗരസഭ നടപ്പിലാക്കുന്ന ഗതാഗത പരിഷ്കരണത്തിൻ്റെ ഫൈനൽ സ്റ്റെപ്പിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ 12-ാം തീയതി നഗരസഭ ട്രയൽ റൺ എന്ന രീതിയിൽ ബഹുമാനപ്പെട്ട MLA ഉദ്ഘാടനം ചെയ്ത് മുഴുവൻ ജനങ്ങളെയും ബോധവാന്മാരാക്കിക്കൊണ്ടും എല്ലാവരിലേക്കും ഈ ഒരു സന്ദേശം ഗതാഗത പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അവയർനെസ് നൽകിക്കൊണ്ട് കഴിഞ്ഞ 12-ാം തീയതി മുതൽ ആരംഭിച്ച ട്രയൽ റണ്ണിൻ്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള ഒരു മീറ്റിംഗ് കൂടെ നമ്മൾ ചേർന്ന് കഴിഞ്ഞു. അതനുസരിച്ച് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും മോട്ടോർ വെഹിക്കിൾ, അതുപോലെ വില്ലേജ്, റവന്യൂ, PWD, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരുടെയും ഒരു കൂട്ടായ ഫൈനൽ ചർച്ചയിലൂടെയാണ് നമ്മൾ നാളെ ഫൈനലായിട്ട് ഈ ഗതാഗത പരിഷ്കരണം നമ്മൾ നടപ്പിലാക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഈരാറ്റുപേട്ട നഗരസഭയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു എന്താ പറയുക, വാഗമണ്ണിൻ്റെയൊക്കെ ഗേറ്റ് വേ ആണ്. ധാരാളം ടൂറിസ്റ്റുകൾ എത്തുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിനൊരു ഉണർവുണ്ടാകുന്നുണ്ട്. അതനുസരിച്ചുള്ള ഗതാഗത കുരുക്കുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇതാരെയും ബുദ്ധിമുട്ടിക്കാതെ എല്ലാവർക്കും സ്വതന്ത്രമായി സഞ്ചരിക്കുവാനും ജീവിക്കുവാനും സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കാത്ത തരത്തിലുള്ള ഒരു സാഹചര്യം ഒരുക്കുകയാണ് നഗരസഭയുടെ ലക്ഷ്യം. ഇതിന് മുഴുവൻ ആൾക്കാരുടെയും പിന്തുണ നഗരസഭാ ചെയർപേഴ്സൺ നിലയിൽ ആദ്യമേ തന്നെ അഭ്യർത്ഥിക്കുന്നു. കൂടാതെ നമ്മൾ ഈ നൽകിയ 15 ദിവസം എല്ലാവരും പല രീതിയിലുള്ള സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പല രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായി. ആ വിമർശനങ്ങളെല്ലാം സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് തിരുത്തപ്പെടാനുള്ള കാര്യങ്ങളെല്ലാം തിരുത്തപ്പെടുത്തിക്കൊണ്ട് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ടും മാറ്റപ്പെടുത്താനുള്ള ഇങ്ങേറ്റം ബോർഡിൻ്റെ, അതായത് സിഗ്നൽ ബോർഡുകളുടെയും സൈൻ ബോർഡുകളുടെയും നോ പാർക്കിംഗ് ബോർഡുകളുടെയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഭേദഗതികൾ വരുത്തിക്കൊണ്ടാണ് നമ്മൾ 28-ാം തീയതി ഫൈനലൈസ് ചെയ്ത് നമ്മൾ തീരുമാനം നടപ്പിലാക്കുന്നത്. ബഹുമാനപ്പെട്ട SP നേരിട്ട് കണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ ബോധിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കലക്ടറെ കണ്ടിരുന്നു. അപ്പോൾ നമുക്കിവിടെ ഒരു ട്രാഫിക് യൂണിറ്റ് ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് നമ്മുടെ ബഹുമാനപ്പെട്ട SP നേതൃത്വത്തിൽ 5 പോലീസുകാരെ നമുക്ക് തന്നുകൊണ്ട് നമ്മുടെ നഗരത്തിലേക്ക് അവർ വിന്യസിച്ചുകൊണ്ടാണ് ഈ ട്രാഫിക് പരിഷ്കരണങ്ങൾ നമ്മൾ നടപ്പിലാക്കുന്നത്. അതോടൊപ്പം തന്നെ നഗരസഭ ഹോം ഗാർഡിനെ കൂടെ 3 പേരെ അഡീഷണലായിട്ട് നമ്മൾ അടുത്ത ദിവസങ്ങളിലായിട്ട് നമ്മൾ ചുമതലപ്പെടുത്തുന്നുണ്ട്. അപ്പം ആ രീതിയിൽ എല്ലാ പൊഴുതുകളും അടച്ചുകൊണ്ട് നഗരസഭാ നേതൃത്വത്തിൽ ക്യാമറ ഉൾപ്പെടെ സജ്ജീകരിച്ചു കഴിഞ്ഞു. കാരണം നമ്മളെല്ലാവരും ഈ നിയമത്തിനെ അനുസരിച്ചുകൊണ്ട് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. കച്ചവടക്കാർക്കെല്ലാം ഇറക്കി വെച്ച് കച്ചവടം ചെയ്യുന്നവർക്കെല്ലാം നോട്ടീസ് നൽകി കഴിഞ്ഞായിരുന്നു. അപ്പോൾ അതുമായിട്ടുള്ള ബന്ധപ്പെട്ട നടപടികളും 28-ാം തീയതി മുതൽ ആരംഭിക്കും. അതുപോലെ തന്നെ നമ്മൾ വഴിയോര കച്ചവടക്കാരെ വിളിച്ചിരുന്നു, അവരുമായിട്ടും സംസാരിച്ചിരുന്നു. അവർ ആവശ്യപ്പെട്ട രീതിയിൽ അവർ നിർദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഏകദേശ ധാരണ എത്തിക്കഴിഞ്ഞു. അപ്പോൾ എല്ലാവരുടെയും ജീവിതമാർഗം കൂടുതൽ സുഗമമാക്കാനാണ്, അല്ലാതെ ജീവിതമാർഗ്ഗങ്ങൾ അടച്ചുകൊണ്ടല്ല നമ്മൾ ഈ പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുന്നത്. വികസനം എന്ന് പറയുന്നത് ഇല്ലായ്മപ്പെടുത്തലല്ല, കൂടുതൽ മെച്ചപ്പെടുത്തലാണ്. അപ്പം അതുകൊണ്ട് തന്നെ നഗരസഭ കാലാകാലങ്ങളിലായിട്ട് കടന്നു വന്ന എല്ലാ ഭരണകർത്താക്കളും നടപ്പിലാക്കുവാനായിട്ട് ശ്രമിച്ചതുപോലെ തന്നെ നമ്മുടെ ഈ ഭരണസമിതിയും ആദ്യം ഒന്ന് നടപ്പിലാക്കാൻ ശ്രമിച്ചു. കണ്ടിജൻറ്റ് വർക്കേഴ്സിനെ കൊണ്ട് നമുക്ക് ട്രാഫിക് യൂണിറ്റും പോലീസ് സ്ട്രെങ്ത്തും ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടിജൻറ്റ് വർക്കേഴ്സിനെ കൊണ്ട് നമ്മളത് നടപ്പിലാക്കാനായിട്ട്, അതായത് അവരെ നമ്മൾ ദിശ തിരിച്ച് വിടുന്നതിനൊക്കെ നമ്മൾ ചുമതലപ്പെടുത്തിക്കൊണ്ട് ചെയ്തപ്പോഴും ഇടയ്ക്ക് വെച്ചപ്പോഴും ഒക്കെ നിന്നുപോയി. പക്ഷേ ഇപ്രാവശ്യം കൂടുതൽ ആർജവത്തോടെയും കൂടുതൽ കാഴ്ചപ്പാടോടുകൂടിയും നിയമ വിരുദ്ധമായി പ്രവർത്തിക്കുന്നതിനെതിരെ നടപടികൾ സ്വീകരിക്കാൻ ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും പ്രവൃത്തികളും അതിനുള്ള സജ്ജീകരണങ്ങളുമായിട്ടാണ് നഗരസഭ മുന്നോട്ട് പോകുന്നത്. ഇതിൽ ഞങ്ങളുടെ പ്രിയങ്കരനായ വൈസ് ചെയർമാനുണ്ട്, നമ്മുടെ കൗൺസിലർമാർ കൂടിയായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡർ നാസർ വെള്ളൂപ്പറമ്പുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ ചെയർമാൻ ഫസൽ റഷീദുണ്ട്. CPMൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡറും ഞങ്ങളുടെ കൗൺസിലർ കൂടായിട്ടുള്ള അനസ് പാറയിലുണ്ട്. അതുപോലെ SDPIയുടെ കൗൺസിലറും പാർലമെൻ്ററി പാർട്ടി ലീഡറുമായിട്ടുള്ള അബ്ദുൽ ലത്തീഫുണ്ട്. അപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും പൂർണ്ണമായിട്ടുള്ള പിന്തുണയും സഹകരണവും പൊതുജനങ്ങളുടെ ഇടയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ഇന്ന് നമ്മൾ വെള്ളിയാഴ്ച ജുമായുടെ ടൈമാണ്. മുഴുവൻ ജനങ്ങളിലേക്കും അവയർനെസ് നൽകുന്നതിന് വേണ്ടി എല്ലാ പള്ളികളുമായിട്ട് നമ്മുടെ വൈസ് ചെയർമാൻ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞു. അത് ആ രീതിയിലേക്ക് നമ്മൾ പോകും. പിന്നെ നമ്മുടെ അരിയത്ര ഫെറോന ചർച്ചിലെ പ്രിയപ്പെട്ട നമ്മുടെ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ വെട്ടുകല്ലിലെ അച്ഛനും നമ്മൾ ഒരു കത്ത് ഇന്ന് തന്നെ നൽകിയിട്ടുണ്ട്. അപ്പം അതനുസരിച്ച് അവിടെ ഞായറാഴ്ചയും അവിടെയും അവരെയും അവിടേക്ക് വരുന്ന വിശ്വാസികളെയും ഉണർത്തിക്കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ നമ്മുടെ ഈരാറ്റുപേട്ട നഗരസഭയിൽ ഈ ട്രാഫിക് പരിഷ്കരണം നമ്മൾ നടപ്പിലാക്കണം. അത് നാളത്തെ തലമുറയ്ക്ക് വേണ്ടിയാണ് എന്നുള്ളൊരു
എന്താ കാഴ്ചപ്പാടുമായിട്ട് എല്ലാവരും ഈ ഗതാഗത പരിഷ്കരണത്തിനെ സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് എന്തെങ്കിലും മാറ്റപ്പെടുത്തണമെങ്കിൽ ഇത് നമുക്ക് എപ്പോഴും പറയുന്നത് നമ്മുടെ അന്തിമ തീരുമാനമല്ല. ഇന്ന് കൂടിയ കമ്മിറ്റിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എല്ലാ മാസവും നമ്മൾ ഓരോ റിവ്യൂ ഉണ്ട്. ആ റിവ്യൂ അനുസരിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലാണെങ്കിലും വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഇന്ന സ്പോട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ അവിടെയും നമ്മൾ ആലോചിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ 28-ാം തീയതി നമ്മൾ ഫൈനലൈസ് ചെയ്തുകൊണ്ട് നടപ്പിലാക്കുന്ന ഗതാഗത പരിഷ്കരണത്തിന് എല്ലാ ജനങ്ങളുടെയും, ഈരാറ്റുപേട്ട നഗരസഭയിലെ മുഴുവൻ ജനങ്ങളുടെയും സഹായ സഹകരണം, വ്യാപാര സുഹൃത്തുക്കളുടെ, ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ, അതുപോലെ തന്നെ ബസ് അസോസിയേഷൻ്റെത്, ഇതിലെല്ലാം ഉപരി എല്ലാ രീതിയിലുള്ള കച്ചവടക്കാർ, കടന്നു വരുന്ന എല്ലാ നമ്മുടെ ഈരാറ്റുപേട്ട നഗരവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മുഴുവൻ ജനങ്ങളുടെയും സഹായ സഹകരണം നഗരസഭാ ചെയർപേഴ്സൺ നിലയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഗതാഗത പരിഷ്കരണത്തിനെ നിങ്ങളെല്ലാവരും എന്താ പറയുക ഉൾക്കൊള്ളണമെന്ന് അറിയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ വളരെ വിശദമായി നമ്മുടെ ട്രാഫിക് പരിഷ്കരണത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. വളരെയേറെ ആത്മാഭിമാനത്തോടുകൂടിയാണ് ഞങ്ങൾ കൗൺസിലർമാർ ഈ പത്രസമ്മേളനം തന്നെ നടത്തുന്നത്. കഴിഞ്ഞ ഒരു മാസത്തെ നിരന്തരമായ പരിശ്രമത്തിൻ്റെ ഫലമായി ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ ഈരാറ്റുപേട്ട നഗരസഭയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും കൗൺസിലർമാരും പാർലമെൻ്ററി പാർട്ടി ലീഡർമാരും ഒറ്റക്കെട്ടായി കഴിഞ്ഞ ഒരു മാസം നീണ്ട പരിശ്രമത്തിലൂടെയാണ് നാളെ 28-ാം തീയതി ഈരാറ്റുപേട്ട നഗരസഭയിൽ പരമാവധി സമ്പൂർണ്ണമായി ട്രാഫിക് പരിഷ്കാരം നടപ്പാക്കുന്നത്. നമ്മൾ 2 മാസമായി നിരന്തരമായി എല്ലാ ആളുകളുമായി ചർച്ചകൾ നടത്തി. വ്യാപാരി പ്രതിനിധികൾ, ഓട്ടോറിക്ഷയുമായി ബന്ധപ്പെട്ട ആളുകൾ, വെൻഡിങ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ആളുകൾ, പള്ളികളുമായി ബന്ധപ്പെട്ട ആളുകൾ എന്ന് വേണ്ട എല്ലാ രാഷ്ട്രീയ സംഘടനയുമായി ബന്ധപ്പെട്ട എല്ലാ സമൂഹത്തിൽ സമസ്ത മേഖലയിലുള്ള പ്രാതിനിധ്യം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ആദ്യം കഴിഞ്ഞ 12-ാം തീയതി പ്രാഥമിക രീതിയിൽ ആദ്യത്തെ കുറേ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിന് ജനങ്ങളുടെ മുന്നിലേക്ക് കൊടുത്തത്. അപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നും, സംഘടനാ പ്രതിനിധികളുടെ ഭാഗത്തു നിന്നും, പള്ളികൾ ഉൾപ്പെടെയുള്ള ഭാഗത്തു നിന്നും, വ്യാപാരി ഉൾപ്പെടെയുള്ള ഭാഗത്തു നിന്നും ചില നിർദ്ദേശങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 3 ദിശാബോർഡുകൾ പോലും മാറ്റി സ്ഥാപിക്കുകയും അതോടൊപ്പം തന്നെ ഈരാറ്റുപേട്ട പൂഞ്ഞാർ റോഡിൽ നിന്ന് വരുന്ന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ജനങ്ങളുടെ നിരന്തരമായ സമ്മർദ്ദത്തിൻ്റെ ഫലമായി നമ്മുടെ മുഹീദ്ദീൻ പള്ളി കോസവേ റോഡിലേക്ക്, അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് പോകാനുള്ള അനുവാദം അഡീഷണലായി അനുവദിക്കുകയും മറ്റ് കാതലായ ചില മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു. ഇത് പ്രധാനമായും ഉൾക്കൊള്ളുന്നത് ഒന്ന്, ഈരാറ്റുപേട്ടയിൽ നോ പാർക്കിംഗ് ബോർഡ് വെച്ച സ്ഥലങ്ങളുണ്ട്. നിർബന്ധമായ നോ പാർക്കിംഗ് പാലിക്കണം. വ്യാപാരികളുടെ നിർദ്ദേശപ്രകാരമാണ്, അവരുടെ പ്രസിഡന്റ് എം എ ഖാദറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പാർക്കിംഗ് ബോർഡുകൾ വെച്ചത്. ആ പാർക്കിംഗ് ബോർഡുകൾ നിർബന്ധമായും പാലിക്കപ്പെടണം. പാർക്കിംഗ് ബോർഡുകൾക്ക് നമുക്ക് ഒത്തിരി പരിമിതികളുണ്ട്. ഈരാറ്റുപേട്ടയിലെ നഗരത്തിലെ റോഡിൻ്റെ സ്വഭാവം അനുസരിച്ച് ഒരു കാരണവശാലും റോഡിൻ്റെ ഇരുവശത്തും പാർക്ക് ചെയ്യുന്നത് ഒരിക്കലും അഭികാമ്യം അല്ലെങ്കിൽ പോലും നമുക്ക് അങ്ങനെ ചെയ്യാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് കാലാകാലങ്ങളായി നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് റോഡിൻ്റെ ഒരു വശത്ത് പാർക്കിംഗ് അനുവദിച്ചത്. നമ്മളതുപോലെ മുഹീദ്ദീൻ പള്ളി പള്ളിയുടെ മുമ്പിലും നമ്മൾ നോ പാർക്കിംഗ് വെച്ച ഒരു ഭാഗത്ത് പാർക്കിംഗ് അനുവദിച്ചിട്ടുണ്ട്. ഈരാറ്റുപേട്ടയിൽ റവന്യൂ അധികാരികളുടെ പിന്തുണയോടുകൂടി നമ്മുടെ മഞ്ചാടിത്തുരുത്ത് കോമൺ പാർക്കിംഗായി മാറ്റുകയാണ്. അവിടുത്തെ മുഴുവൻ അനധികൃതമായി സ്ഥിരമായി പാർക്ക് ചെയ്തിരിക്കുന്ന വാഹന ഉടമകളോട് മാറ്റിത്തരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് ആവശ്യമായ നിർദ്ദേശം വില്ലേജ് ഓഫീസിൽ നിന്ന് കൊടുക്കും. ഇനിയും മാറ്റി തന്നില്ലെങ്കിൽ അവർക്കെതിരായിട്ട് വില്ലേജ് അധികാരികളുടെ നിർദ്ദേശത്തോടുകൂടി ഈരാറ്റുപേട്ട നഗരസഭ തീരുമാനമെടുത്തതിന് ശേഷം അത് ക്ലിയറായി ഭംഗിയാക്കിയതിന് ശേഷം 70% ഭാഗം വാഹന പാർക്ക് ചെയ്യുന്നതിനും 30% ഭാഗം പാർക്കിങ്ങിനുമായി 2 വീലർ പാർക്കിങ്ങിനുമായി വിനിയോഗിക്കും. അതോടുകൂടി 2 വശത്തുകൂടി വരുന്ന വാഹനങ്ങൾക്ക് പ്രവേശിക്കാവുന്ന രീതിയിൽ കുരുക്കൽ ജംഗ്ഷൻ മുതൽ പാലം വരെ ഒരു കാരണവശാലും റോഡിൻ്റെ ഇരുവശത്തും പാർക്കിംഗ് അനുവദിക്കുന്നതല്ല. അതോടൊപ്പം തന്നെ 2 ബസ് സ്റ്റോപ്പുകൾ ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി ഭാഗത്ത് നിന്ന് വരുന്ന ബസ്സുകൾ കയറുന്ന നിലവിലുള്ള കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റോപ്പ് അല്പം കൂടി മാറ്റി SBT ATMൻ്റെ മുന്നിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അരുവിത്തറപ്പള്ളിയിൽ നിന്ന് ഇറങ്ങി കാഞ്ഞിരപ്പള്ളി റൂട്ട് യാത്ര ചെയ്യുന്ന ആളുകൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് വരുന്നത് കൂടുതൽ ദൂരമായതിനാൽ അവരുടെ കൂടെ സൗകര്യം കണക്കിലെടുത്തുകൊണ്ട് സിറ്റി സെൻറ്ററിലേക്ക് ഒരു പുതിയ ബസ് സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട്. 2 ബസ് സ്റ്റോപ്പും തമ്മിലുള്ള അകലം കൃത്യമായി പാലിക്കേണ്ടതുകൊണ്ട് ആ ഭാഗം മൊത്തം നമ്മുടെ നോ പാർക്കിംഗ് ബോർഡുകൾ വെച്ച് ഇന്നുകൊണ്ട് നാളെ മുതൽ അരുവിത്തറ പാലം മുതൽ സെൻട്രൽ ജംഗ്ഷൻ വരെയും സെൻട്രൽ ജംഗ്ഷൻ മുതൽ നമ്മുടെ വടക്കേക്കര പാലം വരെയും പൂർണ്ണമായും നോ പാർക്കിംഗ് ഏരിയയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ആർക്കും അതിലൊരു വിഷമം തോന്നരുത്. കാരണം പാലാ മണർകാട് ജംഗ്ഷനിലോ പാലാ കുരിശുപള്ളി ജംഗ്ഷനിലോ കാഞ്ഞിരപ്പള്ളി സെൻട്രൽ ജംഗ്ഷനിലോ ഒന്നും പാർക്കിംഗ് സംവിധാനമില്ല. അതുകൊണ്ട് നമ്മുടെ പെരുന്നിടത്ത് ബിൽഡിങ്ങിന് മുമ്പിലുള്ള ബസ്സിൻ്റെ സ്റ്റോപ്പും അവിടെയുള്ള കാർ പാർക്കിങ്ങും പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സെൻട്രൽ ജംഗ്ഷൻ മുതൽ
അരുവിത്തറ പാലം വരെയുള്ള പാർക്കിംഗ് പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് പഴുതടച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തൊടുപുഴ ഭാഗത്ത് വരുന്ന വാഹനങ്ങൾ, പ്രത്യേകിച്ച് ബസ്സുകൾ, നമ്മുടെ PTMS ഓഡിറ്റോറിയത്തിന് മുമ്പിലുള്ള കുറച്ചുകൂടി മുന്നോട്ട് വരുന്ന ഭാഗത്തേക്ക് ബസ് സ്റ്റോപ്പ് തിരിച്ച് കൃത്യമായി വൈറ്റും യെല്ലോയും മാർക്ക് ചെയ്ത് ബസ് സ്റ്റോപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ബസ് നിർത്താൻ കൃത്യമായ നിർദ്ദേശം മുഴുവൻ ബസ് ഉടമകൾക്കും ഇന്നലെ ലെറ്ററായി തന്നെ ചെയർപേഴ്സൻ്റെ ലെറ്ററായി തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിലവിലുള്ള ഒരു ബസ് സ്റ്റോപ്പ് നമ്മൾ ഒഴിവാക്കിയിട്ടില്ല. ഈരാറ്റുപേട്ട സെൻട്രൽ ജംഗ്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന കുരുക്കൽ നഗർ ബസ് സ്റ്റോപ്പിൽ മാത്രമാണ് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതും സർവകക്ഷി യോഗത്തിലും കൗൺസിലും ഐക്യകണ്ഠേന തീരുമാനമെടുത്തെങ്കിൽ പോലും ചില നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ചില പരിമിതികൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈരാറ്റുപേട്ട പാലാ ഭാഗത്ത് വരുന്ന ബസ്സുകൾക്ക് മാത്രം സ്റ്റോപ്പുകൾ നമ്മുടെ കുരുക്കൽ നഗർ സെൻറ്ററിലുള്ള ബസ് സ്റ്റോപ്പിൽ അനുവദിച്ചിട്ടുണ്ട്. കൃത്യമായി ആളെ ഇറക്കുവാൻ വേണ്ടി മാത്രമാണ് ആ ബസ് സ്റ്റോപ്പിൽ പാലാ ഭാഗത്ത് വരുന്ന ബസ് സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും അവിടെ നിന്ന് ആൾ ബസ്സിൽ കയറാൻ പാടില്ല. ബസ്സിൽ കയറാൻ പാടുന്ന ആളുകൾക്ക് തൽക്കാലം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പൊളിക്കുന്നവരെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ട് മുഴുവൻ ആളുകളും ഈരാറ്റുപേട്ടയിൽ വരുന്ന ദൂര യാത്രക്കാരായാലും ശരി താൽക്കാലിക യാത്രക്കാരായാലും ശരി പരമാവധി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഉപയോഗിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ പത്രപ്രവർത്തകരുടെ, രാഷ്ട്രീയ പ്രതിനിധികളുടെ, മുഴുവൻ പൊതുജനങ്ങളുടെയും, ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുടെയും, ഓട്ടോറിക്ഷക്കാരുടെ എന്നുവേണ്ട സമൂഹത്തിൻ്റെ മുഴുവൻ ആളുകളുടെ ഭാഗത്തു നിന്നും ശക്തമായ പിന്തുണ ലഭിക്കുന്നു എന്ന് വലിയ സന്തോഷമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. ഇന്ന് രാവിലെ തന്നെ ട്രാഫിക്ക് തെറ്റി വന്ന ഒരു വാഹനത്തെ, ഒരു ജീപ്പിനെ നാട്ടുകാർ തന്നെ തടഞ്ഞു നിർത്തി തിരിച്ചുവിട്ട വലിയ സന്തോഷകരമായ ഒരു അനുഭവം കൂടി രാവിലെ ഉണ്ടായെന്ന് നമുക്ക് അറിയുവാൻ കഴിഞ്ഞു. വലിയ സന്തോഷമുണ്ട്. ഇത് നിയമം നടപ്പാക്കുന്നത് ജനങ്ങളും നഗരസഭയും കൂടിയാണ്. ജനങ്ങളുടെ ശത്രുപക്ഷം നിർത്തിക്കൊണ്ട് ഞങ്ങൾ ഒരു കാരണവശാലും ഒരു നിയമം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ നാടിൻ്റെ ഒരു ഭംഗിക്കും നാടിൻ്റെ കെട്ടുറപ്പിനും നിയമ സംവിധാനം നിലനിർത്തുന്ന ഒരു നാടാണെന്ന് ആളുകൾ ബോധ്യപ്പെടുത്താൻ കൂടി വേണ്ടിയാണ് ഈ ട്രാഫിക് പരിഷ്കാരം നടപ്പാക്കുന്നത്. മുഴുവൻ ജനങ്ങളുടെയും, ചെയർപേഴ്സൺ സൂചിപ്പിച്ചതുപോലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ പൂർണ്ണമായും ആർജിച്ചുകൊണ്ട് 2.5 മാസത്തെ നിരന്തരമായ ചർച്ചകളുടെയും പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ നടപ്പാക്കുന്നത്. എന്തെങ്കിലും അപാകതകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നാൽ അത് റിവൈസ് ചെയ്യുന്നതിന്, തിരുത്തുന്നതിനും ആവശ്യമായ പരിഷ്കാരങ്ങൾ എടുത്തതിനും ഞങ്ങൾ തയ്യാറാണ്. അടിയന്തരമായ ഒരു സാഹചര്യം വന്നാൽ അടിയന്തര കമ്മിറ്റി കൂടി ഞാൻ തീരുമാനമെടുക്കും. അല്ലാത്ത പക്ഷം ഒരു മാസത്തിന് ശേഷം കൃത്യമായ ഫീഡ്ബാക്ക് കിട്ടുന്നതനുസരിച്ച്, കൃത്യമായ നിർദ്ദേശങ്ങൾ കിട്ടുന്നതനുസരിച്ച് നമുക്ക് ട്രാഫിക് ആവശ്യമായ സമൂലമായ മാറ്റമോ ആവശ്യമായ മാറ്റം വരുത്തുന്നതാണ്. ഒരിക്കൽ കൂടി എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു. വെൽഫെയർ പാർട്ടിയിലെ പാർലമെൻറ്റ് പാർട്ടിയിലെ SK നൗഫൽ അടിയന്തരമായി ഒരു ഹോസ്പിറ്റൽ കേസുമായി ഒരാളെ സഹായിക്കാൻ പോയതുകൊണ്ടാണ് അദ്ദേഹം പങ്കെടുക്കാതിരുന്നത്. അദ്ദേഹം എല്ലാ കമ്മിറ്റിയിലും പങ്കെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ നിർദ്ദേശങ്ങൾ കൂടി ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട്. ബ്ലോക്ക് ബസ്റ്റർ ഓഫർ: 5 കാറുകൾ, 100 ബൈക്കുകൾ, 100 പേർക്ക് ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് റിസോർട്ട് വെക്കേഷൻ. ഓരോ ദിവസവും 1 ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ 15 കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും. മൈ ജിയോണം മാസോണം സീസൺ 2. എമർജ് ഐ ആൻഡ് ENT ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, ഈരാറ്റുപേട്ട. റാണി റൈസ് ആൻഡ് ഫ്ലേവേഴ്സ്. രുചിച്ചു തന്നെ അറിയണം ഈ പാരമ്പര്യത്തിന്റെ മേന്മ. ലിതൻസ്, അണമുറിയാത്ത ജലപ്രവാഹം. പമ്പ്സ് ആൻഡ് മോട്ടോഴ്സ്, പ്ലോട്ട് സ്വിച്ചസ്, കപ്പാസിറ്റേഴ്സ് ആൻഡ് വാൽവ്സ്. ലിതൻസ്.